കീഴുന്ന സൗത്ത് യു പി സ്കൂളിലെ മഹ്ഫിൻ ഉറുദു ക്ലബ്ബിലെ കുട്ടികളുടെ മാസികയായ നസേമൻ പ്രകാശനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് നസേമൻ നാടിന് സമർപ്പിച്ചത്. കുട്ടികളിലെ വായനയും എഴുത്തും പരിപോഷിപ്പിക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. രാകേഷ് ശർമ്മയുമായി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി സംസാരിച്ചു. അപ്പൊ ചോദിച്ചു, രാകേഷ് എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കാണ് സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര, ഈ രാജ്യം എന്റേതാണ് എന്നെനിക്ക് തോന്നുന്നു എന്ന് ബഹിരാകാശ നിലയത്തിലിരുന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയോട് ഈ ചെറുപ്പക്കാരൻ സംസാരിച്ചതുപോലെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, വിദ്യാലയത്തിലെ വിവിധ പ്രവർത്തനങ്ങളുടെ വാർത്തകൾ, ചിത്രങ്ങൾ, കുട്ടികളുടെ ഭാഷാ സൃഷ്ടികൾ, വിവിധ മത്സര പരീക്ഷകളുടെ മാതൃകാ ചോദ്യങ്ങൾ തുടങ്ങിയവ നസേമൻ മാസികയിലൂടെ വെളിച്ചം കണ്ടു. ജൂൺ മാസം മുതൽ മാർച്ച് വരെയായി 10 ലക്കങ്ങളായാണ് പുറത്തിറങ്ങുക. മാസികയ്ക്ക് നൽകാൻ ഉറുദു പേര് നിർദ്ദേശിക്കുന്നതിന് സോഷ്യൽ മീഡിയ വഴി കഴിഞ്ഞ ആഴ്ച അവസരം നൽകിയിരുന്നു. വ്യത്യസ്ത ജില്ലകളിൽ നിന്നായി 116 പേരുകൾ നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. നസേമൻ എന്ന പേര് നിർദ്ദേശിച്ച വെള്ളോറ AUP സ്കൂളിലെ ദീപ്തി മുസ്തഫ, മണ്ണാർക്കാട് ഇരണാവി UP സ്കൂളിലെ ജാഫർ VK, കണ്ണാടിപ്പറമ്പ് സ്വദേശി അഹമ്മദ് റാസി എന്നിവർക്ക് സമ്മാനം ലഭിക്കും. ചടങ്ങിൽ മദർ PTA പ്രസിഡന്റ് V പുഷ്പജ അധ്യക്ഷയായി. എടക്കാട് സോണൽ ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ ജനു ആയിച്ചങ്കണ്ടി, ഗ്രന്ഥകാരനും കിഴുന്നയിലെ സമന്വയ വായനശാലയിലെ പ്രസിഡന്റുമായ രവീന്ദ്രൻ കിഴുന്ന, CVK റാഷിദ്, K സുദിന, അനക, അനിൽകുമാർ, വിപിന, വേണു, ഷിഗ TV എന്നിവർ സംസാരിച്ചു. കോട്ടയിൽ സത്യബാബുവിനെ അനുസ്മരിച്ചു. കുറ്റിക്കകം സൗത്ത് LP സ്കൂളിൽ നാട്ടുകാരുടെ